ുമ്പോൾ അവർക്കാർക്കെങ്കിലും പറയാനാകുമോ ഈ ശക്തികളാണ് ലോകം പടച്ചതെന്ന്, ഇവർക്കെല്ലാവരെയും അറിയാമെന്ന്, ഇവർക്കെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാമെന്ന് ഏതെങ്കിലും വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി നമിക്കുന്നവർക്ക് പറയാനാകുമോ? ഏതെങ്കിലും പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ നമിക്കുന്നവർക്ക് അവകാശപ്പെടാനാകുമോ? ഏതെങ്കിലും മാപ്പിള പേരുള്ളവന്റേതായ ആ വേഷത്തിലും കോലത്തിലും ജീവിച്ചിട്ട് ആ രൂപത്തിലുള്ള പ്രത്യേകമായ ശാന്തിയും സമാധാനവും വിതരണം ചെയ്യപ്പെടുന്ന ദർഗകളാണ്, മഖാമുകളാണ്, ജാറങ്ങളാണ്, ഖബറിടങ്ങളാണ് എന്ന് പറയുന്ന കേന്ദ്രങ്ങളിൽ പോയിട്ട് അവിടെയുള്ള ആളുകൾക്ക് ഇപ്പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും ഉണ്ടെന്ന് ആർക്കെങ്കിലും അതാ വസ്തുനിഷ്ഠമായി പറയാൻ സാധ്യമാണോ? ഇതേതെങ്കിലും ഒരു വ്യക്തിയുടെ വെല്ലുവിളിയല്ല. സർവലോകനാഥനായ പ്രപഞ്ചത്തിന്റെ സംരക്ഷകനായ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ വെല്ലുവിളിയാണ്. അവനെപ്പോലെ ആരുണ്ട്? അവനെപ്പോലെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്നാണ് അവനെ പരിചയപ്പെടുത്തുന്ന ചെറിയ അധ്യായത്തിന്റെ അവസാനായത്തിൽ വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവൻ ഈക്വലായിക്കൊണ്ട്, അവന് തുല്യമായിക്കൊണ്ട്, അവനോട് സമപ്പെടുത്തി പറയാവുന്ന ഒരാളുമില്ല. ഇത് വളരെ കണിശമായി കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ നാഥനാണ് മോക്ഷത്തിന്റെ മാർഗം നിശ്ചയിക്കേണ്ടത്. എല്ലാവരെയും അറിയുന്നവനാണ് മോക്ഷം പറയേണ്ടത്. അവനെ എല്ലാവരുടെ പ്രശ്നങ്ങളും കേൾക്കാനാവുകയുള്ളൂ, അവനെ എല്ലാവരെയും കാണാനാവുകയുള്ളൂ, അവനാണ് എപ്പോഴും ഉണർന്നിരിക്കാനാവുകയുള്ളൂ, അവനാണ് ഒരിക്കലും നാശമോ ക്ഷീണമോ പിടിപെടാതെ എപ്പോഴും ജാഗ്രതയോടെ എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ യജമാനനായ റബ്ബ് അവനാണ് എല്ലാം പതിയിരുന്നു കൊണ്ട് വീക്ഷിക്കുന്നവൻ. അവൻ അറിയാത്തതില്ല, അവൻ കേൾക്കാത്തതില്ല, അവൻ കാണാത്തതില്ല, അവന് കഴിയാത്തതില്ല, എല്ലാം അവൻ കൃത്യമായി അറിയുന്നു. അതുകൊണ്ട് അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവന്റെ മുമ്പിലെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ, അവന്റെ മുമ്പിലെ സുജൂദ് അർപ്പിക്കാവൂ, അവന് വേണ്ടി മാത്രമേ ബലിയർപ്പണം നടത്താൻ പാടുള്ളൂ. അവനാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്തു തരാൻ കഴിവുള്ളവൻ. അവനാണ്, അവൻ ഏറ്റവും കാരുണ്യവാനാണ്, അവൻ ക്രൂരനല്ല. ഒരാളെയും അവന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവരെയും അവൻ അറിയാം, എല്ലാവരോടും അവന് സ്നേഹമാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മോടുള്ളതിനേക്കാൾ അല്ലാഹു അർഹമു ബിനാ മിൻ ഉമ്മഹാതിനാ. അതേ, ഒരു കൈക്കുഞ്ഞിനെ ഒരുമ്മയും തീയിലേക്കിട്ട് കരിക്കുമോ? ഒരു കൈക്കുഞ്ഞിനെ ആരെങ്കിലും നഷ്ടപ്പെടുത്താൻ ഏതെങ്കിലും ഒരു മനസ്സാക്ഷിയുള്ള ഉമ്മ സമ്മതിക്കുമോ? അത്തരം മാതാക്കളെക്കാൾ സർവശക്തനായ റബ്ബിന് അവന്റെ സൃഷ്ടികളോട്, അവന്റെ അടിമകളോട് സ്നേഹമുള്ളവനാണ്. അർ-റഹ്മാനിർ റഹീം, പരമകാരുണികനാണവൻ, വദൂദാണവൻ. വദൂദ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ്. റഊഫാണവൻ, അവൻ അങ്ങേയറ്റം വാത്സല്യമുള്ളവനാണ്. എല്ലാവരോടും വളരെയേറെ വാത്സല്യമുള്ള റഊഫാണ്, സ്നേഹമുള്ള വദൂദ്. ഈ നിലക്കുള്ള എല്ലാ ഗുണങ്ങളുമുള്ള നാഥൻ, ആ നാഥനാണ് പറയുന്നത് വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഞാനിപ്പോൾ ഇതുവരെ വിശദീകരിച്ച ഗുണങ്ങളുള്ള നിങ്ങളുടെ റബ്ബ്, നമ്മുടെ റബ്ബ്, ആ റബ്ബെന്ന് പറയുമ്പോൾ അവനെ കുറിച്ച് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളൊന്നും റബ്ബല്ലാത്തവരിൽ നമുക്ക് കാണാൻ സാധ്യമല്ല, ഉണ്ടെന്ന് പറയുന്നവന് തെളിയിക്കാനും സാധ്യമല്ല. അത്തരത്തിലുള്ള മഹത്വങ്ങളുടെ ഉടമയായ നമ്മുടെ റബ്ബാ പറയുന്നത്. ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ചോ, എന്നോട് പ്രാർത്ഥിച്ചോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അങ്ങനെ അവകാശപ്പെടാൻ ആർക്കാണ് കഴിവുള്ളത്? കഴിവുള്ള നാഥനാണ് പറയുന്നത്, എന്നെ വിളിച്ചോ, ഞാൻ ഉത്തരം ചെയ്യാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് ആരാധന അർപ്പിക്കുന്ന,
എനിക്കുള്ള ഏറ്റവും കൃത്യമായ വിനയത്തിന്റെ പാരമ്യത അവൻ ഏറ്റവും എന്നിൽ സമർപ്പിക്കുന്ന ആ ദുആയാകുന്ന ഇബാദത്ത് എനിക്കാരുടെയും ആവശ്യമില്ല. ഞാൻ സ്വയം പര്യാപ്തനാണെന്ന് ആരും ഞെളിയണ്ട, അഹങ്കരിക്കണ്ട. എനിക്കൊരാളുടെയും സപ്പോർട്ട് വേണ്ട, എനിക്കൊരാളുടെയും ആശ്രയം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതേ ദുർബലനായ മനുഷ്യൻ അഹങ്കരിക്കാൻ നിന്നാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, വളരെ നിന്ദ്യരായിക്കൊണ്ട് അവർ വഴിയെ നരകത്തീയിൽ പ്രവേശിക്കുന്നതാകുന്നു. അപ്പൊ നരകത്തീയിൽ പ്രവേശിക്കാൻ കാരണമാകുന്നത് എന്താണ്? നരകത്തീയിൽ പ്രവേശിക്കലാണ് മോക്ഷത്തിന് തടസ്സം. മോക്ഷം ലഭിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടലാണ്. സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടലാണ് മോക്ഷം. നരകത്തീയിൽ പ്രവേശിപ്പിക്കപ്പെടലാണ് മോക്ഷം ലഭിക്കാതിരിക്കൽ. മോക്ഷം ലഭിക്കാതിരിക്കാനുള്ള കാരണം മോക്ഷത്തിന്റെ എല്ലാവിധത്തിലുള്ള കാര്യങ്ങളെയും അറിയുന്നവനായ റബ്ബ് പറയുന്നത് ആ റബ്ബിനെ മാത്രം വിളിച്ചോലണം എന്നാണ്, റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ചോലണം എന്നാണ്, റബ്ബിന് മാത്രം ആരാധനയുടെ എല്ലാ വശങ്ങളും അർപ്പിച്ചോലണം എന്നാണ്. ആ നിലക്ക് ജീവിച്ചാൽ മാത്രമേ സ്വർഗം ലഭിക്കൂ. അല്ലാത്തവർ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ അവർ പ്രവേശിക്കുന്നതാകുന്നു. അപ്പൊ മോക്ഷം എന്ന് പറയുന്നത് സ്വർഗം ലഭിക്കലാണ്. മോക്ഷം കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് നരകത്തിൽ പോയി വീഴലാണ്. സ്വർഗം കിട്ടാനുള്ള മാർഗം പടച്ച റബ്ബിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ജീവിതത്തെ മുഴുവൻ എ മുതൽ സെഡ് വരെ അവന്റെ താല്പര്യമനുസരിച്ചുകൊണ്ട് ആ സ്രഷ്ടാവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ മാനിച്ചുകൊണ്ട് ജീവിതത്തെ മുഴുവൻ ശുദ്ധീകരിച്ചവനാരോ അവന് മാത്രമേ വിജയിക്കാനാകൂ. മനസ്സ് നന്നാക്കിയവന് മാത്രമേ വിജയിക്കാനാവൂ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. മനസ്സിനെ ശുദ്ധീകരിച്ചവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. അതിനെ മലീമസമാക്കിയവൻ തീർച്ചാമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ, മനസ്സുള്ള മനുഷ്യ, ഈ മനസ്സൊന്ന് നന്നാക്കണം, ഈ മനസ്സൊന്ന് ക്ലിയർ ആവണം. ഈ മനസ്സിൽ മാലിന്യം കൂടുകൂടരുത്, ഈ മനസ്സിൽ മാലിന്യത്തിന്റെ കറപുരളരുത്. അതിനെന്ത് വേണം? ആദ്യമായി മനസ്സ് ക്ലീനാവേണ്ടത് തന്റെ സൃഷ്ടാവിനെ സംബന്ധിച്ചുള്ള അറിവിലൂടെയാണ്. തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ സംബന്ധിച്ച് അറിഞ്ഞാലല്ലേ അവൻ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നമുക്ക് ബോധമുണ്ടെങ്കിലല്ലേ ആ റബ്ബിനോട് നമുക്ക് വിനയം കാണിക്കാൻ കഴിയൂ, അവനോട് നമുക്ക് ശുക്ർ കാണിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? ആശ്വാസം വേണമെങ്കിൽ അതേ സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ الذي جعل لكم الأرض فراشا والسماء بناء وأنزل لكم من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. അല്ലാഹു റബ്ബുൽ ആലമീൻ വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്താണ്, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഞാൻ നേരത്തെ വിശദീകരിച്ച എല്ലാ കാര്യങ്ങളും അവന് മാത്രമാണുള്ളത്. അവനാണത് അവകാശപ്പെടാൻ കഴിവുള്ളവനും. ആ നിലയ്ക്ക് എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത, എല്ലാവരെയും കാണുകയും കേൾക്കുകയും അറിയുകയും കഴിയുകയും ചെയ്യുന്ന ആ സർവശക്തനായ റബ്ബ്, അവന് പുറമേയുള്ള ആളുകളെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നത് എന്താണ്? ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും ഫദഊഹും ഇൻ കുൻതും സാദിഖീൻ. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. അതേ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്, നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. നിങ്ങൾ അവരെ ഒന്ന് വിളിച്ചു നോക്കൂ, അവരൊന്ന് നിങ്ങൾക്ക് ഉത്തരം ചെയ്യട്ടെ. അതെ, നിങ്ങൾ അവരോടൊന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു നോക്കൂ, അവരെങ്ങനെ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാനാണ്?
കാരണം നിങ്ങളെപ്പോലെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ ന്യൂനതകളും സൃഷ്ടികളാണല്ലോ. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകളൊക്കെ അവരൊക്കെയും സൃഷ്ടികളാകുമ്പോൾ ആ സൃഷ്ടികളിലുള്ള എല്ലാ വിധത്തിലുള്ള ന്യൂനതകളും അവരിലും കാണും. ന്യൂനതകളുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഫലമുള്ളത്? ഒരു ന്യൂനതയും ഇല്ലാത്തവനായ അള്ളയാണ് പ്രാർത്ഥിക്കപ്പെടാൻ അർഹതപ്പെട്ടവൻ എന്ന ആശയമാണ് റബ്ബ് അതിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അള്ളാഹ് പറയുന്നു, വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദഊഹും ലാ യസ്മഊ ദുആക്കും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. അല്ലാഹുവിന് പുറമേയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കക്ഷികൾ, അവരോട് അല്ലാഹ് പറയുന്നു, അവന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ അവർക്കല്പം പോലും നിങ്ങളെ സഹായിക്കുവാനോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനോ ഉള്ള കഴിവുകളെ ഒരൽപ്പം പോലും ഉടമപ്പെടുത്തിയവരല്ലവർ. നിങ്ങൾ അവരെ വിളിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കണമെങ്കിൽ അവരത് കേൾക്കണ്ടേ? ആ കാര്യം തന്നെ അല്ലാഹ് ആദ്യം തന്നെ നിഷേധിക്കുകയാണ്. ഇൻ തദഊഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലാ യസ്മഊ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. ഇനി കേട്ടു എന്ന വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ നിങ്ങൾ വിളിക്കുന്നതും വിളി കേൾക്കും എന്നൊക്കെ വാദിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് സഹായം കിട്ടും എന്ന് പറയാനല്ലേ? സാധ്യമല്ല നിങ്ങളെ സഹായിക്കാനോ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാനോ. വലൗ സമിഉ, ഇനി അവർ കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെയും മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, അല്ലാഹുവല്ലാത്തവരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പടച്ച റബ്ബിന് മാത്രം അർപ്പിക്കേണ്ടുന്ന ആരാധനകൾ ഈ ആളുകൾക്ക് നിങ്ങൾ സമർപ്പിച്ചത് ശിർക്കായ പ്രവർത്തനമാണ്. അത് പരലോകത്തെത്തുമ്പോൾ നിങ്ങൾക്ക് സഹായികളാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ ആളുകൾ പോലും നിങ്ങൾ ഈ ചെയ്ത പ്രവർത്തനത്തെ നിഷേധിക്കുമെന്ന് അല്ലാഹു വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തി തരുന്നു. അപ്പൊ സഹോദരങ്ങളെ, എല്ലാം അറിയാവുന്ന എല്ലാത്തിനും കഴിവുള്ള സർവശക്തനായ റബ്ബൊഴികെ ഉള്ളവരൊക്കെ ന്യൂനതയുള്ളവരാണ്. ന്യൂനതയുള്ളവർ റബ്ബാകാൻ കൊള്ളുകയില്ല എന്ന അടിസ്ഥാനപരമായ തത്വം. കാരണം ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് മുഴുവനും അല്ലാഹുവിൻ്റെതാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തും അല്ലാഹ് നൽകിയതാണ്. ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏതൊരു അനുഗ്രഹമുണ്ടോ അതെല്ലാം അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാകുന്നു. ആ നിലക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ മാത്രം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയേണ്ടത് അനുഗ്രഹദാതാവായ സൃഷ്ടാവായ അല്ലാഹു റബ്ബുൽ ആലമീനിന് മാത്രമാണ്. അതുകൊണ്ട് എല്ലാ മുസ്ലിമും പ്രഖ്യാപിക്കേണ്ടുന്ന, എല്ലാ മനുഷ്യനും അവന് ബുദ്ധിയുണ്ടെങ്കിൽ, അവന് ചിന്തയുണ്ടെങ്കിൽ, കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അവബോധമുണ്ടെങ്കിൽ സർവ മനുഷ്യരും പറയേണ്ട പ്രഖ്യാപനം എന്താണ്? ആ പ്രഖ്യാപനം അതാ മഹാനായ റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പ്രഖ്യാപിക്കാൻ പറയുന്നു. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബീ വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ പ്രഖ്യാപിക്കുക, ഇന്നമാ അദ്ഉ റബ്ബീ, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല. ഈ പ്രഖ്യാപനം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രഖ്യാപിക്കാൻ പറഞ്ഞു. സർവ മനുഷ്യരും ഇത് പ്രഖ്യാപിക്കാൻ ബാധ്യസ്ഥരാണ്. എല്ലാവരും ഇത് പ്രഖ്യാപിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ല, ഞാൻ മറ്റുള്ളവരോടും പ്രാർത്ഥിക്കും, ഞാൻ മറ്റുള്ളവരെയും വിളിച്ചു പ്രാർത്ഥിക്കും എന്ന് പറയണമെങ്കിൽ അതേ സർവശക്തനായ അല്ലാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഗുണം മറ്റൊരാളിൽ ഉണ്ടെന്ന് തെളിയിക്കാത്തിടത്തോളം അവന് സാധ്യമല്ല, അവന് അർഹതയില്ല. ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയോ? ഒരിക്കലും തെളിയിക്കാനൊട്ട് സാധ്യമല്ല. സർവശക്തനായ റബ്ബിന്റെ ഒരു വെല്ലുവിളിക്കും ഏതെങ്കിലും ഒരു ശക്തിക്ക് ഇന്നേ വരെ ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. ഈ രൂപത്തിൽ
ഇസ്ലാമികമായിട്ടുള്ള ഈ അടിസ്ഥാനപരമായ മാർഗത്തിൽ നിന്ന് ശൈത്താൻ മനുഷ്യനെ തെറ്റിച്ചു കൊണ്ടുപോവുകയാണ്. യഥാർത്ഥത്തിലുള്ള മോക്ഷത്തിന്റെ പാതയിൽ നിന്ന് ശൈത്താൻ മനുഷ്യനെ തെറ്റിച്ചു കൊണ്ടുപോവുകയാണ്. എന്ത് പറഞ്ഞിട്ട്? എല്ലാം കേൾക്കുന്ന മറ്റ് ശക്തികളുണ്ട്, എല്ലാം കാണാൻ കഴിവുള്ള വേറെയും ശക്തികളുണ്ട്, എല്ലാം അറിയാവുന്ന വേറെയും ശക്തികളുണ്ട്, എല്ലാം കാണാൻ കഴിവുള്ള വേറെയും ശക്തികളുണ്ട്. ഈ അടിസ്ഥാനരഹിതമായ ഏറ്റവും വലിയ നുണയും കളവുമാണ് സമൂഹത്തിന്റെ മുമ്പാകെ അതേ പിശാചുക്കൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ പോലെ എല്ലാം കാണുവാനും കേൾക്കുവാനും കഴിയുവാനും അതുപോലെ തന്നെ അറിയുവാനുമൊക്കെ പ്രത്യേകതയുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് അവരെ സമീപിച്ചു നോക്കൂ. അവരിൽ നിന്ന് നിങ്ങൾക്ക് ശാന്തി കിട്ടും, അവരിലൂടെയാണ് മോക്ഷം ലഭിക്കുന്നത് എന്ന് മനുഷ്യനെ ശൈത്താൻ എന്തു ചെയ്യുന്നു? പറഞ്ഞു പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇസ്ലാം ഇടപെടുന്നത്. സർവശക്തനായ നാഥൻ നിശ്ചയിച്ച ഈ മാർഗത്തിന്റെ ഇടക്ക് പ്രവർത്തിക്കുന്ന പൈശാചികതയുടെ ദുസ്വാധീനത്തിൽ നിന്ന് മനുഷ്യനെ നേർമാർഗത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുവാനാണ് ഇതുപോലെയുള്ള എക്സിബിഷനുകൾ സംഘടിപ്പിക്കുന്നത്, ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. നാം മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടുന്ന പ്രവർത്തനം ശിർക്ക് തന്നെയാണ്. ശിർക്കാണ് മനുഷ്യന്റെ ആത്യന്തികമായ മോക്ഷത്തിന്റെ ഏറ്റവും വലിയ തടസ്സം. ശിർക്ക് ചെയ്തവന് സ്വർഗം നിഷിദ്ധമാണ്, ശിർക്ക് ചെയ്തവൻ ശാശ്വതമായി നരകവാസിയാണ്. ഇതൊക്കെയും പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ആ മാർഗത്തിലേക്ക് അതേ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഏറ്റവും ഒരു മുസ്ലിം ഭയപ്പെടേണ്ടത്, മനുഷ്യൻ ഭയപ്പെടേണ്ടത് ശിർക്കിനെ തന്നെയാണ്. ഇത് പറയുമ്പോൾ പലപ്പോഴും മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ പറയും, നിങ്ങളെ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, എല്ലാ ആളുകളിലും ശിർക്ക് നിലനിൽക്കുന്നുണ്ട്. ഈ ലോകത്ത് പല മതവിഭാഗത്തിന്റെ ആളുകളിലും ശിർക്ക്, ബഹുദൈവ വിശ്വാസം, ബഹുദൈവ ആരാധന നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ മുസ്ലിമീങ്ങളോട് എന്തിനു പറയണം? മുസ്ലിമീങ്ങളോട് ഇതെന്തിനാ പറയുന്നത്? മുസ്ലിമീങ്ങളിൽ എവിടെയാണ് മൗലവിമാരെ ശിർക്കുള്ളത്? ഞങ്ങളിൽ ഒരു ശിർക്കുമില്ല, മുസ്ലിമീങ്ങളിൽ ശിർക്ക് വരില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് പോലും. ആലോചിച്ചു നോക്കണം. ശിർക്കിനെ അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്നാണ് മുസ്ലിയാക്കന്മാർ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞ മുസ്ലിമീങ്ങളാണ്. ഇനി നമ്മളിൽ ഒരു ശിർക്ക് വരുമെന്ന് നമ്മൾ പേടിക്കുകയേ വേണ്ട. അതേ അവസരത്തിൽ അവർ തന്നെ പറയുന്നു, നിസ്കാരം ശരിക്ക് നിർവഹിക്കുന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നവരും സമ്മതിക്കുന്നു. സകാത്ത് കൃത്യമായി കൊടുത്തു വീട്ടുന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് അവരും സമ്മതിക്കുന്നു. കൃത്യമായി നോമ്പെടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാതെ നോമ്പിന്റെ കാര്യത്തിൽ മുസ്ലിമീങ്ങളിൽ അപകടം പറ്റിയിട്ടുണ്ടെന്ന് അവരും സമ്മതിക്കുന്നു. ഹജ്ജ് കൃത്യമായി നിർവഹിക്കാതെ, ഹജ്ജ് എന്ന് പറയുന്ന ബാധ്യതയുടെ കാര്യത്തിൽ കണിശത പുലർത്താതെ ആ രംഗത്തും അബദ്ധങ്ങൾ മുസ്ലിമീങ്ങളിൽ തന്നെയുണ്ട് എന്ന് ഇതേ മുസ്ലിയാക്കന്മാര് തന്നെ സമ്മതിക്കുന്നു. ഇപ്പറഞ്ഞ 4 കാര്യങ്ങളും ഇസ്ലാമിന്റെ 4 സ്തംഭങ്ങളല്ലേ? ഇസ്ലാം എന്ന് പറയുന്നത് 4 സ്തംഭങ്ങളിലല്ലോ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് 5 സ്തംഭങ്ങളുടെ മീതെയാണ്. അതിൽ ഒന്നാമത്തേത് എന്താണ്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണല്ലോ പ്രാഥമികമാവും പ്രധാനവുമായ സ്തംഭം. ബാക്കി 4 എണ്ണത്തിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മുസ്ലിമീങ്ങൾക്ക് എന്ന് പറയുന്ന മുസ്ലിയാക്കന്മാര്. അതേ, ഒന്നാമത്തെ കാര്യത്തിൽ ഒരു അബദ്ധവും സംഭവിച്ചിട്ടില്ല പോലും. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒരു തകരാറും സംഭവിച്ചിട്ടില്ല പോലും. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ 2ാമത്തതിലും 3ാമത്തതിലും 4ാമത്തതിലും 5ാമത്തതിലുമൊക്കെ മുസ്ലിമീങ്ങൾക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കുന്ന കക്ഷികൾ
ഒന്നാമത്തതിലും മുസ്ലിമീങ്ങൾക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിനെ അംഗീകരിക്കാത്തത് വിരോധാഭാസം തന്നെ. ചിന്തിച്ചോ മുസ്ലിമേ, ഒന്നാമത്തെ കാര്യത്തിൽ തന്നെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരിൽ ഏറ്റവും മാരകമായ അപകടങ്ങളും ദുരന്തങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കും ചെയ്യും. അങ്ങനെ സംഭവിക്കുന്നതിൽ നിന്ന് ആരും മുക്തരല്ല. അള്ളാന്റെ പ്രത്യേക കാവലുള്ള പ്രവാചകന്മാര്, അതേ, അവർക്ക് ശിർക്കൊരിക്കലും അവരുടെ ജീവിതത്തിൽ വരില്ല, അവരിൽ ഒരിക്കലും പാപങ്ങൾ വരില്ല. പക്ഷേ ആ മഹാന്മാരായ പ്രവാചകന്മാര് പോലും അള്ളാഹുവിനോട് വളരെ വിനയത്തോടെ ഈ വലിയ അപകടം ഞങ്ങളുടെയോ ഞങ്ങളുടെ സന്താന പരമ്പരകളിലോ വന്നു പോകുമോ എന്ന് ഭയപ്പെട്ടിട്ടുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മുസ്ലിയാക്കന്മാര് പറയും പോലെയല്ല. മുസ്ലിയാക്കൾ പറയുന്നത് മുസ്ലിമീങ്ങളിൽ ശിർക്ക് ഭയപ്പെടേണ്ട കാര്യം എന്തുണ്ട്? മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ടെന്ന് മുജാഹിദുകൾ ആരോപിക്കുകയാണ്. മുജാഹിദുകൾ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകളിൽ ശിർക്ക് ആരോപിക്കുകയാണ്, കെട്ടിപ്പറയുകയാണ്. മുസ്ലിമീങ്ങളിൽ ഒന്നും സംഭവിക്കൂല, അങ്ങനെ സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് ഭയപ്പെടേണ്ടതുമില്ല എന്ന് പ്രചരിപ്പിക്കുന്ന കക്ഷികൾ അവര് ഖുർആനിലെ ആയത്ത് ശ്രദ്ധിച്ചിട്ടില്ല. അതേ, ഇബ്രാഹിം അലൈഹിസ്സലാം, ആരായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം? ഓ മുസ്ലിമേ, എല്ലാ ആളുകൾക്കും അറിയില്ലേ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം? പടച്ച റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന സമൂഹത്തിന്റെ മുമ്പിൽ സർവശക്തനായ നാഥനോട് മാത്രമേ ആരാധനയുടെ സർവ്വ കാര്യങ്ങളും സമർപ്പിക്കാവൂ എന്ന് പഠിപ്പിച്ചതിന്റെ പേരിൽ അഗ്നികുണ്ഡം വരെ ഏറ്റുവാങ്ങേണ്ടി വന്ന മഹാനായ പ്രവാചകൻ, ആ പ്രവാചകനാണ് പ്രാർത്ഥിക്കുന്നത്, വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, വജുനുബ്നി, നീ എന്നെ അകറ്റണമേ, വബനിയ, എന്റെ സന്താനങ്ങളെയും, അൻ നഅ്ബുദൽ അസ്നാം, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന്, അതേ, പടച്ച റബ്ബിൽ ശിർക്ക് ചെയ്യുന്ന പ്രവർത്തനം ഞങ്ങളിൽ വരാതെ നീ ഞങ്ങളെ രക്ഷിക്കണമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് പ്രാർത്ഥിക്കുന്നത്. കണ്ടോ, മഹാനായ ഒരു പ്രവാചകനാ, ശിർക്കിനെതിരെ പോരാടിയ പ്രവാചകൻ, തീക്കുണ്ഡത്തിൽ വരെ ശിർക്കിനെതിരെ പോരാടി എന്നതിന്റെ പേരിൽ എടുത്തെറിയപ്പെട്ട പ്രവാചകൻ, ശിർക്ക് തന്റെ ജീവിതത്തിൽ വരരുതേ എന്ന് റബ്ബിനോട് മനമുരുകി തേടിയതാണ് കണ്ടത്. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന പ്രവാചകൻ, ആ പ്രവാചകന് മരണം ഹാജരായപ്പോൾ അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ തന്റെ മക്കളെ അടുത്തേക്ക് വിളിച്ചു വരുത്തുന്നു. മക്കളെ വിളിച്ചു വരുത്തിക്കൊണ്ട് മഹാനവർകൾ ആ മക്കളോട് ചോദിക്കുന്ന ചോദ്യം, മക്കളെ, എന്റെ കാലശേഷം നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നല്ല, നിങ്ങൾക്കതിനുള്ള സാമ്പത്തികമായ സ്രോതസ് എന്താണെന്നല്ല, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തായിത്തീരുമെന്നല്ല. ഒരു സ്നേഹമുള്ള ബാപ്പയ്ക്ക് മോക്ഷം തനിക്ക് മാത്രം കിട്ടിയാൽ പോരാ, തന്റെ സന്താനങ്ങളും മോക്ഷത്തിന് അർഹരാകണം എന്ന് ആഗ്രഹിക്കുന്ന സ്നേഹമുള്ള ഉത്തരവാദിത്തമുള്ള ഒരു രക്ഷിതാവാണെങ്കിൽ ശ്രദ്ധിച്ചോ, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് എന്താണ് വസിയത്ത് കൊടുക്കുന്നത്? അതേ, ഖുർആൻ ചോദിക്കുന്നു, അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗതു ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. അതേ, യഅഖൂബ് അലൈഹിസ്സലാം മരണാസന്നമായ സന്ദർഭത്തിൽ തന്റെ മക്കളെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞ സന്ദർഭം എന്താണ് പറയുന്നത്? മാ തഅബുദൂന മിൻ ബഅദി, എന്റെ ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുക? യാക്കൂബ് അലൈഹിസ്സലാം എന്ന പ്രിയപ്പെട്ട ബാപ്പാക്ക് മക്കളിൽ നിന്ന് കിട്ടേണ്ട മറുപടി അതാ. എന്റെ ശേഷം നിങ്ങൾ ഏത് നിലക്ക് ജീവിക്കും? നിങ്ങൾ എന്റെ ശേഷം ഏത് വിശ്വാസക്കാരായിരിക്കും? നിങ്ങൾ ആരെയാണ് പ്രാർത്ഥിക്കുക, ആരെയാണ് ആരാധിക്കുക, ആർക്കാണ് ഇബാദത്ത് കൊടുക്കുക, എന്തിനാണ് കൊടുക്കുക? അതാണ് ആ മഹാനായ നബിക്ക് പോലും അറിയേണ്ടത്. ആ നബി ഒരിക്കലും ചിന്തിക്കുന്നില്ല, ഞാനൊരു പ്രവാചകനല്ലേ, എന്റെ മക്കളിൽ പലരും പ്രവാചകന്മാരാണല്ലോ, അവരിൽ നിന്നൊന്നും ഇനി വിശ്വാസ രംഗത്തൊരു തകരാറും വരില്ല, അവരിൽ നിന്നൊന്നും ഇനി ശിർക്കൊന്നും വരില്ല. ആ ഒരു മനസ്സമാധാനമൊന്നും യാക്കൂബ് അലൈഹിസ്സലാമിനില്ല. വാപ്പ മക്കളോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക?
ആ മക്കളുടെ മറുപടി, അതേ ബാപ്പയുടെ മനസ്സിന് കുളിരുകാരിയിടുന്ന മറുപടി, ഖാലൂ നഅ്ബുദു ഇലാഹക, അങ്ങ് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഇലാഹ് ആരാണോ ആ ഇലാഹിനെ മാത്രമേ ഞങ്ങളും ആരാധിക്കുകയുള്ളൂ. ഞാനതിന്റെ വിശദ വിവരണത്തിലേക്ക് കടന്നു പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ മഹാന്മാരായ പ്രവാചകന്മാര് പോലും അതേ അവരുടെ ജീവിതകാലത്തുള്ള അവരുടെ പ്രാർത്ഥനകളിൽ, അവരുടെ വസിയ്യത്തുകളിൽ, അവരുടെ മക്കൾക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങളിൽ അതേ ഏറ്റവും